Good evening. So, എൻ്റെ സൗണ്ട് ഓഡിബിൾ ആണോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. കഴിഞ്ഞ 3 ദിവസത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യായിരുന്നു. സാറേ ക്ലിയർ ആണ്. ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വാല്യുവേഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രീസിയേഷനും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷനും റെൻറ്റുമാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ കുറയുന്ന എപ്പോഴൊക്കെയാണ്? അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് വരുമ്പോൾ, അതിൻ്റെ ഏജ് കൂടുമ്പോൾ, പിന്നെ ഡീകേ ആൻഡ് ഒബ്സലസൻസ്. ഇതിനകത്ത് ഈ ഒബ്സലസൻസ് എന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ടേം നമുക്ക് ബിൽഡിങ്ങിൽ മാത്രമേ വരത്തുള്ളൂ, ലാൻഡിൽ ഡിപ്രീസിയേഷൻ വരത്തില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആസ് ഏജ് ഇൻക്രീസസ് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷൻസ്. 2 ടൈപ്പ് ഡിപ്രീസിയേഷൻസ് ആണ് വരുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഫിസിക്കൽ ഡിപ്രീസിയേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ. First one, physical depreciation. The physical depreciation is due to wear and tear from operation or due to the action of time and elements. ഇപ്പോൾ ഫിസിക്കൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിനകത്ത് വരുന്ന ഡാമേജസ് ഒക്കെയാണ് ഫിസിക്കൽ ഡിപ്രീസിയേഷനകത്ത് വരുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ. ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ബിൽഡിംഗ് എന്ത് ഫങ്ഷന് വേണ്ടിയിട്ടാണോ അത് കൺസ്ട്രക്ട് ചെയ്തത്, ആ ഫങ്ഷന് അത് സ്യൂട്ട് ആകുന്നില്ല. അതാണ് ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വീട് വെക്കുവാണ്. അപ്പോൾ നമ്മൾ വീട് വെച്ചപ്പോൾ അതിനകത്ത് ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ഡൈനിങ് റൂം, ദെൻ ഒരു ഡ്രോയിങ് റൂം, ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ അന്ന് ആ വീട് വെക്കുമ്പോൾ നമുക്ക് ഒരു 2 പേഴ്സൺസ് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ആ വീട്ടിൽ 4 താമസക്കാർ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ബെഡ്റൂം നമുക്ക് സ്യൂട്ടബിൾ ആവില്ല. അപ്പൊ നമ്മുടെ ഫങ്ഷൻ പെർഫോം ചെയ്യാനായിട്ട് ആ വീട്ടിലെ ഒരു ബെഡ്റൂം സ്യൂട്ടബിൾ ആകുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഡിപ്രീസിയേഷൻ ആണ് ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ. ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ, നമുക്ക് എന്ത് ഫങ്ഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത് ആ ഫങ്ഷന് ആ ബിൽഡിംഗ് സ്യൂട്ട് ആകുന്നില്ല. അതാണ് ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ. സോ ഇറ്റ് മേ ബി ഡ്യൂ ടു ഇനാഡിക്വസി ഓർ ഡ്യൂ ടു ഒബ്സലസൻസ്. ഒബ്സലസൻസ് എന്താണെന്ന് ഞാൻ പറയാം. സോ ഒബ്സലസൻസ് എന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് PSC എക്സാംസിന് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ടോ ഇല്ലെങ്കിൽ ഓപ്ഷനകത്തോ വരുന്ന ടേം ആണ് ഒബ്സലസൻസ്. അപ്പൊ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചപ്പോൾ കണ്ടായിരുന്നു, അവിടെ ഓപ്ഷനകത്ത് ഒബ്സലസൻസ് എന്ന ടേം കയറി വന്നിട്ടുണ്ടായിരുന്നു. സോ ഒബ്സലസൻസ് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ. അപ്പോൾ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ, ഇൻ ഡിസൈൻ, ഇൻ സ്ട്രക്ചർ, inadequacy to present growing needs, necessity for replacement due to new inventions. അപ്പോൾ ഒബ്സലസൻസ് എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ബിൽഡിംഗ് പഴയതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ബിൽഡിംഗ് ഒരു പഴയ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻസ് ഒക്കെ ചിലർക്ക് അങ്ങോട്ട് സ്യൂട്ടബിൾ ആകില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒബ്സലസൻസിനകത്ത് വരുന്നത്. ഇൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫാഷൻ, ഇൻ ഡിസൈൻ, ഇൻ സ്ട്രക്ചർ, inadequacy to present or growing needs, necessity for replacement due to new inventions. ഇനി ഒബ്സലസൻസ് നമുക്ക് 2 ആയിട്ട് പറയാം, ഇന്റേണൽ ഒബ്സലസൻസ് ആൻഡ് എക്സ്റ്റേണൽ ഒബ്സലസൻസ്. അപ്പോൾ ഇന്റേണൽ ഒബ്സലസൻസ് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിമാൻഡിൽ വരുന്ന ഒബ്സലസൻസ് ആണ് ഇന്റേണൽ ഒബ്സലസൻസ്. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻസിന് അതിപ്പോൾ ഒരു ഓൾഡ് ഫാഷൻ കൺസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസിന്റെ എക്സാമ്പിൾ ഒക്കെ നമുക്ക് ഇന്റേണൽ ഒബ്സലസൻസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് വീട് വെച്ചപ്പോൾ ഒരു ബെഡ്റൂമേ ഉണ്ടായുള്ളൂ, പക്ഷെ ഇപ്പോൾ നമുക്ക് ആ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വീട് നമുക്ക് സ്യൂട്ടബിൾ ആകുന്നില്ല താമസിക്കാൻ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഒബ്സലസൻസ് ആണ് നമുക്ക് ഇന്റേണൽ ഒബ്സലസൻസ്. നമ്മൾ എന്ത് ഫംഗ്ഷൻ ആണോ പെർഫോം ചെയ്യുന്നത് ആ ഫംഗ്ഷന് നമുക്ക് ആ ബിൽഡിംഗ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ കുഴപ്പമാണ് ചേഞ്ച് ഇൻ കൺസ്ട്രക്ഷൻ, ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി. ഇന്റേണൽ ഒബ്സലസൻസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി, ഡിമാൻഡ് എക്സെട്ര. ഇനി എക്സ്റ്റേണൽ ഒബ്സലസൻസ് ആണ് due to construction of factories, proximity of public building, traffic, noises, etc. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പൊ ആ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എയർ പൊല്യൂഷൻ ഉണ്ടാവും, നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് അവിടെ താമസയോഗ്യമല്ലാതാവും. ചിലപ്പോൾ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സ്ഥലത്ത് താമസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന ഒബ്സലസൻസ് ആണ് എക്സ്റ്റേണൽ ഒബ്സലസൻസ്. ഒബ്സലസൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഒബ്സലസൻസ് വളരെ ഇമ്പോർട്ടന്റ് ടേം ആണ് ഒബ്സലസൻസ്. ക്ലിയർ ആണ് സർ. Okay, then next one, method of calculating depreciation. അപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഡിപ്രീസിയേഷൻ ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിനകത്താണ് നമുക്ക് ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 4 മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, സെക്കൻഡ് വൺ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്, തേർഡ് വൺ സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ആൻഡ് ഫോർത്ത് വൺ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സോ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓരോ വർഷവും ആ ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു 50 lakh റുപ്പീസിനാണ് ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. ഈ 50 lakh റുപ്പീസിന് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ബിൽഡിങ്ങിന് ഓരോ വർഷം കഴിയും തോറും 10,000 റുപ്പീസ് ഡിപ്രീസിയേഷൻ വരുവാണ്. ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ആണ് എല്ലാ വർഷവും അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേ 10,000 റുപ്പീസ് വെച്ച് ഓരോ വർഷവും അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ലോ പ്രോപ്പർട്ടി അസ്യൂം ടു ലൂസ് വാല്യൂ ബൈ കോൺസ്റ്റന്റ് എമൗണ്ട് എവറി ഇയർ. ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. സോ ഇനി നമുക്ക് അത് ഡിപ്രീസിയേഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. ഓരോ വർഷം എത്ര എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്, അതാണ് ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു C minus SC divided by N, where C is the original cost of construction, SC is scrap value, and N life in years. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ഓരോ വർഷവും എത്ര എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒറിജിനൽ കോസ്റ്റ് 50 lakh റുപ്പീസ് ആണ് ഒറിജിനൽ കോസ്റ്റ്. ഇപ്പൊ സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് നമുക്ക് എത്ര എടുക്കാമെന്ന് പറഞ്ഞേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ സ്ക്രാപ്പ് വാല്യൂ എത്ര എടുക്കാൻ പറ്റുന്നേ? 10%. അപ്പൊ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ പറയാം. 50 lakhsന്റെ 10% സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ എസ്റ്റിമേറ്റഡ് ഇയർ നമുക്കൊരു 50 years വെക്കാം. അപ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വർഷവും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. ഇനി ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ ഇയേഴ്സ്. ഞാൻ പറഞ്ഞു നമ്മുടെ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്ന് പറയുന്നത് 50 years ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് 10 years കഴിഞ്ഞിട്ടുള്ള ഡിപ്രീസിയേഷൻ വാല്യൂ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഒരു വർഷത്തിന്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ കിട്ടിയാൽ അതേ മൾട്ടിപ്ലൈഡ് ബൈ 10 ചെയ്യുമ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ N years. അപ്പോൾ 10 years കഴിയുമ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിന് എത്ര രൂപയാകുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഇക്വേഷൻ, ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ N years. ക്യാപിറ്റൽ N എന്ന് വെച്ചാൽ നമുക്ക് എത്ര വർഷം, നമുക്ക് ഒരു 5 years കഴിയുമ്പോൾ ഡിപ്രീസിയേറ്റഡ് വാല്യൂ കിട്ടണം, അല്ലെങ്കിൽ 13 years കഴിയുമ്പോൾ ഡിപ്രീസിയേറ്റഡ് വാല്യൂ കിട്ടണം. അതാണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്.
അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ ആണ് പറയുന്നത്. ഇനി ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആഫ്റ്റർ n ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആഫ്റ്റർ 10 ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ്, ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ്. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇക്വേഷൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ കുറെ തവണ പല ഇക്വേഷൻസും നമ്മുടെ PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞ തന്നെ ആയിരിക്കത്തില്ല ഓപ്ഷൻസിൽ തരുന്നത്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ആണ്, ചിലപ്പം വേറെ എന്തെങ്കിലും ലെറ്റർ ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കണം, ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഇൻ ഇയേഴ്സ്. ഈ n എന്ന് പറയുന്ന ഡിവൈഡഡ് ബൈ ലൈഫ് ഇൻ ഇയേഴ്സ് ആണ്. നമുക്ക് 2n വരാറുണ്ട് പലപ്പോഴും പല ഇക്വേഷൻസിനകത്ത്. അപ്പൊ സ്മോൾ n നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബിൽഡിങ്ങിന്റെ ലൈഫാണ്. ക്യാപിറ്റൽ n ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് എത്ര വർഷം, ഒരു പെർട്ടിക്കുലർ ഇയർ കഴിയുമ്പോൾ ഉള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് ക്യാപിറ്റൽ n എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ സെക്കൻഡ് മെത്തേഡ് ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെക്കൻഡ് മെത്തേഡ്, കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പേരും പഠിച്ചു വെക്കണം. ഒരു പേര് മാത്രം ഓർത്തിരിക്കരുത്, കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞ എന്താ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓരോ വർഷവും ഡിപ്രീസിയേറ്റഡ് ആകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ്, ഒരു പെർസെൻറ്റേജ് ആണ് എല്ലാ വർഷവും ഡിപ്രീസിയേറ്റ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് 10% ആയിരിക്കും ഓരോ വർഷവും ആ ബിൽഡിങ്ങിന്റെ വാല്യൂ ഡിക്രീസ് ആകുന്നത്. അപ്പൊ അതാണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. Properties assumed to lose value annually at a constant percentage of its book value. At a constant percentage of its book value. അതാണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ആഫ്റ്റർ n ഇയേഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് 50 ഇയേഴ്സ് ആണ് ആ ബിൽഡിങ്ങിന്റെ ലൈഫ്. അപ്പോൾ അത് സ്മോൾ n. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ 10 ഇയേഴ്സ് ആണ് ക്യാപിറ്റൽ n എന്ന് പറയുന്നത്. അതാണ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ആഫ്റ്റർ n ഇയേഴ്സ് ഈസ് ഈക്വൽ ടു C into 1 minus P the whole power n. അപ്പോൾ C എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ്, C ഒറിജിനൽ കോസ്റ്റ്. P എന്ന് പറയുന്നത് പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ ഫോർ എ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ്. അപ്പോൾ P എന്ന് പറഞ്ഞ വാല്യൂ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ, ആ ഒരു വാല്യൂ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ വർഷം കൂടുന്തോറും കുറയുന്നത്, അതാണ് P എന്ന് പറഞ്ഞ ഡിനോട്ട് ചെയ്യുന്നത്, ആ പെർസെൻറ്റേജ് വാല്യൂ. സോ നമുക്ക് ഈ സെയിം ഇക്വേഷൻ ഇത് വെച്ച് നമുക്കൊരു സ്ക്രാപ്പ് വാല്യൂവിന്റെ ഇക്വേഷനും ഡിറൈവ് ചെയ്യാം. അപ്പോൾ ബിൽഡിങ്ങിന്റെ ലൈഫ് n ഇയേഴ്സ് ആണ്. അപ്പോൾ ആഫ്റ്റർ n ഇയേഴ്സ് നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും, സ്ക്രാപ്പ് വാല്യൂ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, 50 lakh rupees ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, അതിന്റെ ലൈഫ് 50 ഇയേഴ്സ് ആണ്. അപ്പോൾ ആഫ്റ്റർ 50 ഇയേഴ്സ് ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, that will be scrap value of the building. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക. അതൊക്കെ നമുക്ക് എക്സാമിന്റെ സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മ വരത്തില്ല. അപ്പോൾ ബിൽഡിങ്ങിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന വാല്യൂ സ്ക്രാപ്പ് വാല്യൂ ആണ്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് SC is equal to C into 1 minus P the whole power n. S suffix C എന്നുള്ളത് സ്ക്രാപ്പ് വാല്യൂ, ക്യാപിറ്റൽ C ഒറിജിനൽ കോസ്റ്റ് ഇൻറ്റു 1 minus P. അവിടെ P ആണ് പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ, പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ. ഈ സ്മോൾ n എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ ലൈഫാണ്. ഇനി ഈ ഇക്വേഷനകത്തുനിന്ന് പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. ഇപ്പൊ ചില സമയത്ത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് സ്ക്രാപ്പ് വാല്യൂ തരും, അതേ കണക്ക് തന്നെ സ്ക്രാപ്പ് വാല്യൂ ബിൽഡിങ്ങിന്റെ കോസ്റ്റും തരും. അപ്പോൾ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ക്ലിയർ ആണോ ഇത്, ഈ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം?
സ്ക്രാപ്പ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, ബിൽഡിങ്ങിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത സ്ലൈഡ് എടുക്കാമല്ലോ അല്ലേ? സോ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ഇക്വേഷൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പല ഇക്വേഷൻസും PSC എക്സാംസിന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇക്വേഷൻസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഈ സിങ്കിങ് ഫണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. സിങ്കിങ് ഫണ്ട് എന്താണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്താന്ന് പറയാമോ? ആനുവലി നമ്മൾ കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെക്കുന്നത് ഫൈനലി ആ ടോട്ടൽ എമൗണ്ട് കിട്ടാൻ പാകത്തിന് പ്രോപ്പർട്ടി. ഓക്കെ അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ സിങ്കിങ് ഫണ്ട് വെച്ചിട്ടാണ് ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ ഡെഫിനിഷൻ നോക്കുക. In this method, depreciation is assumed to be annual sinking fund plus depreciation is assumed to be annual sinking fund plus interest accumulated sinking fund till that year. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ പെർസെൻറ്റേജ്. അപ്പോൾ എക്സ് വൈ പെർസെൻറ്റേജ്, അതിനകത്ത് എക്സ് എന്ന് പറയുന്നത് ആനുവൽ സിങ്കിങ് ഫണ്ട് ടു ബി പ്രൊവൈഡഡ് ഫോർ ₹1 in n year. അപ്പോൾ ആനുവൽ സിങ്കിങ് ഫണ്ട് റിക്വയർഡ് ടു ബി പ്രൊവൈഡഡ്, അതാണ് എക്സ്. നമ്മൾ ഓരോ വർഷം ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആനുവൽ സിങ്കിങ് ഫണ്ട് ആണ് എക്സ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് I divided by 1 plus I the whole raised to n minus 1. I എന്ന് വെച്ചാൽ rate of interest expressed in decimal at which sinking fund amount is assumed to be invested. നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് സ്മോൾ ആയി. അത് നമ്മൾ ഡെസിമൽസിലാണ് ഇവിടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സ്മോൾ n എന്ന് വെച്ചാൽ ലൈഫ് ആണ്, ലൈഫ് ഓഫ് ബിൽഡിംഗ്. ഇനി y എന്ന് പറയുന്നത് an amount of ₹1 per annum in n years. An amount of ₹1 per annum in n years. n എന്ന് വെച്ചാൽ നമ്മൾ എത്ര വർഷത്തെ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് n എന്ന് പറയുന്നത്. അപ്പോൾ വൈഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 1 plus I the whole power n minus 1 divided by I. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് C into XY percentage, where C is the original cost, XY എന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അതിനകത്ത് എക്സിന്റെയും വൈയുടെയും ഇക്വേഷൻസ് പഠിച്ചു വെക്കണം, അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ ആനുവൽ സിങ്കിങ് ഫണ്ട് ടു ബി പ്രൊവൈഡഡ്. അപ്പോൾ ആനുവൽ സിങ്കിങ് ഫണ്ട് ടു ബി പ്രൊവൈഡഡ് ഇക്വേഷൻ I divided by 1 plus I the whole power n minus 1. ഇനി y എന്ന് പറയുമ്പോൾ an amount of ₹1 per annum in n years, equation 1 plus I the whole power n minus 1 divided by I. Total depreciation C into XY percentage. C into XY percentage. So next, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് ഇത്രയും മെത്തേഡ്സ് ആണുള്ളത്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ്, ആൻഡ് തേർഡ് വൺ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഇനി നമുക്ക് ഫോർത്ത് ഒരു മെത്തേഡും കൂടെ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാഞ്ഞത്. ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്നൊരു മെത്തേഡും കൂടെ ഉണ്ട്. അപ്പൊ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ഡിപ്രീസിയേഷൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ദ പ്രോപ്പർട്ടി സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഫിസിക്കൽ ഡിറ്റീരിയോറേഷൻ വർക്ക്ഡ് ഔട്ട് ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ ഒരു ബിൽഡിംഗ് എടുത്താൽ ബിൽഡിങ്ങിനകത്ത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അനലൈസ് ചെയ്ത് എവിടൊക്കെ എന്തൊക്കെ
മെയിൻ്റനൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള അനാലിസിസ് ആണ് ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്നുള്ളത്. നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് അത് വെക്കാഞ്ഞത്. ഓർത്തിരിക്കുക, നാലാമതൊരു മെത്തേഡും കൂടെ ഉണ്ട്, ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. The property is studied in detail and extent of physical deterioration worked out in order to calculate depreciation. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. Second one, direct comparison method of valuation. Third one, valuation based on profit. Fourth one, valuation based on cost. Next, fifth one, development method of valuation. And last one, land and building development method of valuation. So, നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം, റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. പേരിനകത്ത് തന്നെ ഉണ്ട് എന്താണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കിക്കേ. ദ നെറ്റ് ഇൻകം ബൈ ദ വേ ഓഫ് റെന്റ് ഈസ് ഫൗണ്ട് ഔട്ട് ബൈ ഡിഡ്യൂസിങ് ഓൾ ഔട്ട് ഗോയിങ്സ് ഫ്രം ദ ഗ്രോസ് റെന്റ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് വെച്ചിട്ടാണ്. അപ്പോൾ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് ഇൻ ടു ഇയർ പർച്ചേസ്. ഇനി നെറ്റ് റെന്റ് എന്നും പറയും നമ്മൾ എടുക്കുന്നത് എന്താണ്, നമുക്ക് കിട്ടുന്ന റെന്റിന് എന്തുണ്ടാവും, കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നെറ്റ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് റെന്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ്. ഇനി ഔട്ട് ഗോയിങ്സിന് കുറച്ച് എക്സാമ്പിൾസ് പറയാമോ? എന്തൊക്കെയായിരുന്നു ഔട്ട് ഗോയിങ്സ്? നമ്മൾ യൂഷ്വലി പറയുന്ന ഔട്ട് ഗോയിങ്സ് എന്തൊക്കെയാണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാമോ ഔട്ട് ഗോയിങ്സിന്റെ? Taxes, repairs, taxes, repairs, പിന്നെ സെക്യൂരിറ്റിക്ക് ഒക്കെ കൊടുക്കുന്ന കളക്ഷൻ ചാർജസ്. ഓക്കെ ഓക്കെ. സോ അപ്പോൾ അതാണ് റെന്റൽ മെത്തഡ്. നമ്മൾ റെന്റിന്റെ ബേസിലാണ് ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് റെന്റൽ മെത്തഡ് ഓഫ് വാല്യുവേഷൻ. ഇനി നെക്സ്റ്റ് വൺ, direct comparison method of valuation. So direct comparison method of valuation പേരിനകത്തുള്ളത് പോലെ തന്നെ നമ്മൾ ഒരു പ്രോപ്പർട്ടിയുടെ സെയിൽ പ്രൈസ് വെച്ചിട്ടാണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ പറയുന്നത്. In this method, the value of a property is estimated by direct comparison with capitalized value of the few adjoining properties. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുവാണ്. അപ്പൊ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ എൻ്റെ പ്ലോട്ടിന് നിയർ ബൈ ഉള്ളൊരു പ്ലോട്ടിന് വാല്യൂ അറിയാമെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യും. ഇപ്പൊ ഞാനൊരു പ്ലോട്ട് വിൽക്കാൻ പോവാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു പ്ലോട്ട് ഇപ്പോൾ വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ അറിയായിരിക്കും. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. Next one, valuation based on profit. അപ്പോൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് നമ്മൾ പറയുന്നത് യൂഷ്വലി ഹോട്ടൽസ്, സിനിമ ഷോപ്സ്, അപ്പം അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനൊക്കെയാണ് വാല്യുവേഷൻ നമ്മൾ പ്രോഫിറ്റിന്റെ ബേസിൽ പറയുന്നത്. ഇപ്പോൾ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ് ഒന്നും വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റിൽ പറയില്ല. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് നമ്മൾ പറയുന്നത് കൂടുതലും ഹോട്ടൽസ്, സിനിമ ഷോപ്സ് അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെയാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ എടുക്കുന്നത് എന്ന് വെച്ചാൽ, the net profit is worked out after deducing all possible outgoings. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ്, നമുക്ക് സേവിങ്സ് കിട്ടുന്ന പ്രോഫിറ്റ്, അതാണ് നമ്മൾ ഇവിടെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. The net profit is calculated and multiplied by year purchase to get the capitalized value. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടാനായിട്ട് എന്താ ചെയ്യുന്നത്? നെറ്റ് റെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഇപ്പോൾ ഒരു സിനിമ ഹാൾ ആണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നമ്മളെല്ലാം ഔട്ട് ഗോയിങ്സും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇൻ ടു ഇയർ പർച്ചേസ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് നമുക്ക് വരുന്നത് ബിസിനസ് ബിൽഡിങ്സിനൊക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ, ഹോട്ടൽസ്, സിനിമ ഷോപ്സ് എക്സെട്ര.
റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ഒന്നും വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റിൽ പറയത്തില്ല. ഇനി വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്, ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. The actual cost incurred in constructing the building or in possessing the property. ഇപ്പോൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്, ഇപ്പോൾ ഞാൻ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എനിക്ക് 20 lakh rupees ചിലവായി. അത് കണക്ക് ആ ബിൽഡിംഗ് ഇരിക്കുന്ന പ്ലോട്ട് വാങ്ങാനായിട്ട് എനിക്ക് 10 lakh rupees ചിലവായി. അപ്പോൾ ഈ ടോട്ടൽ 30 lakh rupees ആണ് നമ്മൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടി വാങ്ങാനുള്ള എമൗണ്ട് എത്ര, അല്ലെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള എമൗണ്ട് എത്ര, അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ പറയുന്നത്. അതാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്. നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ചില പ്രോപ്പർട്ടീസ്, ഇപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുവാണ്. ഈ പ്രോപ്പർട്ടിയിൽ ഒരുപാട് മരങ്ങളൊക്കെ നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക. അത് കണക്ക് പ്രോപ്പർട്ടി എന്താണ്, അൺഡുലേറ്റഡ് ആണ്, ഒരു ലെവൽഡ് ഗ്രൗണ്ട് അല്ല. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു വലിയ കുളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ പ്രോപ്പർട്ടി നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി വാങ്ങുവാണെങ്കിൽ ആ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം കൺസ്ട്രക്ഷൻ പർപ്പസിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ ലെവൽ ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി വരുവാണെങ്കിൽ അതാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനിൽ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി വാങ്ങി ഡയറക്റ്റ് ആയിട്ട് അവിടെ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഡെവലപ്പ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ അൺഡുലേഷൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രോപ്പർട്ടി ലെവൽ ചെയ്യുക ഫോർ കൺസ്ട്രക്ടിങ് ബിൽഡിംഗ്. ഒരുപാട് മരങ്ങളോ അല്ലെങ്കിൽ കുളങ്ങളോ ഒക്കെ ഉള്ളതാണെങ്കിൽ കുളങ്ങളൊക്കെ നിരത്തണം, മരങ്ങളൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനിൽ വരുന്നത്. സോ ഇപ്പോൾ നമുക്കൊരു വലിയൊരു ഏരിയ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരുന്നത്. ഒരു സേ ഫോർ എക്സാമ്പിൾ 2 acres ഓഫ് ലാൻഡ്. അപ്പോൾ 2 acres ഓഫ് ലാൻഡിൽ ഡെവലപ്മെന്റ് നടത്തി കഴിഞ്ഞിട്ട് ഈ 2 acres നമ്മൾ ഒരുമിച്ചായിരിക്കില്ല വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഈ 2 acres നമ്മളിങ്ങനെ ചെറിയ പ്ലോട്ട്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ പ്ലോട്ട്സ്, ഇപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ എത്ര പ്ലോട്ട് ചെയ്യാം, 1 2 3 4 5 6 7 അല്ലല്ലോ, 8 പ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ 8 പ്ലോട്ടിലേക്ക് പോകാനായിട്ട് നമുക്ക് റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അതേ കണക്ക് ഫോർ എക്സാമ്പിൾ അവിടെ കൺസ്ട്രക്ഷൻ പർപ്പസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വാട്ടർ സോഴ്സ്, ഇപ്പോൾ കിണർ എന്തെങ്കിലും കുഴിക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനിലാണ് വരുന്നത്. ഈ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡെവലപ്മെന്റ് മെത്തേഡിൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് മെത്തേഡ് ആണ് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്, സെക്കൻഡ് മെത്തേഡ് ആണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. അപ്പോൾ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പ്രോപ്പർട്ടി, നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ ഒരു പ്രോപ്പർട്ടിക്ക് അത് ഡയറക്റ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ലെവൽ ചെയ്യുക, അല്ലെങ്കിൽ ട്രീസ് ഒരുപാടെങ്കിൽ ട്രീസ് കട്ട് ചെയ്യുക, വാട്ടർ സോഴ്സ് ഒന്നും ഇല്ല കൺസ്ട്രക്ഷൻ പർപ്പസ് ആണെങ്കിൽ ഇപ്പോൾ കിണർ കുഴിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന വാല്യൂ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ആണ്. ഈ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ പറയാനായിട്ട് നമുക്ക് 2 രീതിയിലാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ പറയുന്നത്. ഫസ്റ്റ് വൺ ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. ഫസ്റ്റ് വൺ ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് ആൻഡ് സെക്കൻഡ് വൺ hypothetical building scheme. So first പറയുന്നതാണ് development of building estate. So development of building estate ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഇതുണ്ട്, ഒരു വലിയൊരു പ്ലോട്ട് ഉണ്ട്. ആ വലിയ പ്ലോട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ചെറിയ ചെറിയ പ്ലോട്ട്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന വാല്യൂ ആണ് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്. ഈ ഒരു വലിയ ഏക്കർ, ഇപ്പോൾ ഒരു 2 acres ഓഫ് ലാൻഡ് നമ്മൾ ഒരുമിച്ചായിരിക്കില്ല ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം, ചിലപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലോട്ട്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടായിരിക്കും അവിടെ ഡെവലപ്മെന്റ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂ ആണ് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്.
സോ വാല്യുവേഷൻ ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് നമ്മൾ പറയുന്നത് പ്രസന്റ് വാല്യൂ മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ്. ഇനി നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ആ പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഇപ്പോ നേരത്തെ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു വലിയൊരു ഏരിയ ഓഫ് ലാൻഡ് ആണുള്ളത്, വലിയൊരു ഏരിയ ഓഫ് ലാൻഡ്. അപ്പോൾ ഈ ഏരിയ ഓഫ് ലാൻഡ് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് നെറ്റ് ഏരിയ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയറിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ നെറ്റ് ഏരിയ ഓഫ് ലാൻഡ്. ഇപ്പോൾ നെറ്റ് ഏരിയ ഓഫ് ലാൻഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് 2 ഏക്കർ ലാൻഡ് ഉണ്ട്. ആ 2 ഏക്കർ ലാൻഡിൽ ഫുള്ള് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഇൻകം കിട്ടത്തില്ല. ആ 2 ഏക്കർ ലാൻഡിൽ കുറച്ച് പോർഷൻ എന്ത് ചെയ്യണം, റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകേണ്ടി വരും. റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. അത് കണക്ക് തന്നെ ഇപ്പോൾ കിണറില്ലെങ്കിൽ കിണർ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറെ ഈ ടോട്ടൽ ലാൻഡിന്റെ കുറെ പോർഷൻസ് പോകും. അപ്പോൾ നെറ്റ് ലാൻഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ മൈനസ് ഏരിയ ഓഫ് ലാൻഡ് റിക്വയർഡ് ഫോർ എസെൻഷ്യൽ അമ്യൂണിറ്റീസ്. അപ്പോൾ എസെൻഷ്യൽ അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് നമ്മൾ പറയുന്നത് 30% ഓഫ് ടോട്ടൽ ഏരിയ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 2 ഏക്കർ ലാൻഡ് ആണെങ്കിൽ 2 ഏക്കറിന്റെ 30% നമ്മൾ അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ 30%ന് നമുക്ക് ഒരു വാല്യൂം കിട്ടത്തില്ല. അവിടെ നമ്മൾ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു 30% ഓഫ് ലാൻഡിൽ നമുക്ക് ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് സെക്കൻഡ് പ്രൊസീജിയർ കാൽക്കുലേറ്റ് ഗ്രോസ് ഇൻകം. അപ്പോൾ ഗ്രോസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് നെറ്റ് ഏരിയ ഓഫ് ലാൻഡ് അവൈലബിൾ ബൈ പ്ലോട്ടിംഗ് ഇൻറ്റു ആവറേജ് സെയിൽ പ്രൈസ്. എന്താണ് ആവറേജ് സെയിൽ പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് 2 ഏക്കർ ലാൻഡ് ഉണ്ട്. ആ 2 ഏക്കർ ലാൻഡ് എന്ത് ചെയ്തു, ഞാൻ കുറെ പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിനകത്തുള്ള ഓരോ പ്ലോട്ടും നമുക്ക് അറ്റ് എ ടൈം എല്ലാ പ്ലോട്ടും ഒരേ സമയത്ത് വിറ്റ് പോകണമെന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് പ്ലോട്ട് നമുക്ക് 2018 വിറ്റു, സെക്കൻഡ് പ്ലോട്ട് 2019 വിറ്റു, ഈ തേർഡ് പ്ലോട്ട് ചിലപ്പോൾ 2021 അല്ലെങ്കിൽ അപ്പോൾ 2030 ആയിരിക്കും വിൽക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം ആയിരിക്കത്തില്ല നമുക്ക് എല്ലാ പ്ലോട്ട്സും വിറ്റ് പോകുന്നത്. അപ്പോൾ ഈ 4 പ്ലോട്ടിന്റെയും കൂടി ആവറേജ് പ്രൈസ് ആണ് ഈ പറയുന്നത് ആവറേജ് സെയിൽ പ്രൈസ്. ഇപ്പൊ ഫസ്റ്റ് പ്ലോട്ട് വിൽക്കാൻ നേരത്ത് നമുക്ക് സെന്റിന് 5 lakh rupees വെച്ച് വിൽക്കാൻ പറ്റി. സെക്കൻഡ് പ്ലോട്ട് വിൽക്കാൻ നേരത്ത് നമുക്ക് ചിലപ്പോൾ 6 lakh rupees വിൽക്കാൻ പറ്റി. തേർഡ് പ്ലോട്ട് വിൽക്കാൻ നേരത്ത് ചിലപ്പോൾ നമുക്ക് 4 lakh വിൽക്കേണ്ടി വന്നു. ഈ ഫോർത്ത് പോർഷൻ വിൽക്കാൻ നേരത്ത് നമുക്ക് 3.5 lakhs വിൽക്കേണ്ടി വന്നു. അപ്പൊ എന്താണ്, നമ്മൾ 2 acres പ്ലോട്ട്സ് വിറ്റപ്പോൾ ഒരു കോൺസ്റ്റന്റ് എമൗണ്ടിനല്ല നമ്മൾ ആ പ്ലോട്ട്സ് വിറ്റത്. അപ്പൊ മാക്സിമം നമുക്ക് അങ്ങനെ കോൺസ്റ്റന്റ് എമൗണ്ടിന് വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്രോസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നെറ്റ് ഏരിയ ഓഫ് ലാൻഡ് അവൈലബിൾ ഫോർ സെയിൽ ബൈ പ്ലോട്ടിംഗ് ഇൻറ്റു ആവറേജ് സെയിൽ പ്രൈസ് എടുക്കുന്നത്. ഇൻറ്റു ആവറേജ് സെയിൽ പ്രൈസ്. ഇനി തേർഡ് സ്റ്റെപ്പ് ഫ്രം ദ ഗ്രോസ് ഇൻകം ഫൈൻഡ് ഔട്ട് പ്രസന്റ് വാല്യൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 2018 ഒരു പ്ലോട്ട് വിറ്റു, 2019 ഒരു പ്ലോട്ട് വിറ്റു, പിന്നെ പ്ലോട്ട് വിൽക്കുന്നത് ഫ്യൂച്ചറിലാണ്. അപ്പോൾ 2020 ഡിസംബറിൽ ആ പ്ലോട്ടിന്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് പ്രസന്റ് വാല്യൂ. ഇപ്പൊ ഈ സമയത്ത് ആ പ്ലോട്ട് വാങ്ങാൻ ഒരാൾ വരുവാണെങ്കിൽ പ്രസന്റ് വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. സോ ആ വാല്യൂ പറയാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. പ്രസന്റ് വാല്യൂ of gross income is equal to gross income into P. Gross income into P. And the P എന്ന് വെച്ചാൽ 1 divided by 1 plus I the whole power n. അപ്പോൾ n എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്ലോട്ട് 4 years കൊണ്ടാണ് നമുക്ക് ഉള്ള പ്ലോട്ട് ഫുള്ള് സെയിലായി പോകുന്നത്. അങ്ങനെ പോകുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഐയുടെ വാല്യൂ എന്ന് വെച്ചാൽ 8% ആണ്. ഇപ്പൊ 4 years കൊണ്ടാണ് നമ്മുടെ പ്ലോട്ട് വിറ്റ് പോകുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഐയുടെ വാല്യൂ 8% ആണ്. അവിടെ എന്നിന്റെ വാല്യൂ എടുക്കേണ്ടത് 2 ആണ്. എന്നിന്റെ വാല്യൂ 2 ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മളൊരു 6 years കൊണ്ടാണ് പ്ലോട്ട് മുഴുവൻ സെയിലായി പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണ്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് 8%, എന്നിന്റെ വാല്യൂ 3% ആണ് എടുക്കുന്നത്. അപ്പൊ എക്സാക്ട് മിഡിൽ വരുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു.
present value is equal to gross income into P. P നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ്, നമുക്ക് ഫ്രം ദ പ്രസന്റ് വാല്യൂ ഡിഡക്ട് ദ ഫോളോയിങ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ പ്രസന്റ് വാല്യൂയിൽ നിന്ന് നമുക്ക് അതിനകത്തേക്ക് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ അങ്ങ് ഡിഡക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന എക്സ്പെൻസ് എന്താണ്, കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. നമ്മുടെ ഒരു അൺഡുലേറ്റഡ് പ്ലോട്ട് ആയിരുന്നു, ആ പ്ലോട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ എടുത്ത കോസ്റ്റ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്ന ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത്. So expense for constructing roads, footpath, sewer line, filtered and unfiltered water mains, etc. ഇനി സെക്കൻഡ് പറയുന്ന പേയ്മെന്റ് ഫോർ ഈസ്മെന്റ് റൈറ്റ്സ്. ആ ടേം ഒന്ന് ഓർത്തിരുന്നോണം, ഈസ്മെന്റ് റൈറ്റ്സ്. അപ്പോൾ പേയ്മെന്റ് ഫോർ ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് വരാനുള്ള വഴി ചിലപ്പം കാണത്തില്ല. ഇപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്ലോട്ട്. അപ്പോൾ ഈ പ്ലോട്ടിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട്, ഈ പ്ലോട്ട് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് വഴി കുറവാണ്. ഇപ്പൊ തൊട്ടടുത്ത പ്ലോട്ട് ഇതാണ്. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത പ്ലോട്ടിലെ ഓണറുടെ നിന്ന് കുറച്ച് സ്ഥലം ഒരു പെർമിഷൻ വാങ്ങുകയാണ്. നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്തേക്ക് വെഹിക്കിൾസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ പ്ലോട്ടിന്റെ കുറച്ച് പോർഷൻ നമ്മുടെ വഴിയായിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പെർമിഷൻ വാങ്ങുവാണ്. അതിനെയാണ് ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ഫോർ ഈസ്മെന്റ് റൈറ്റ്സ്. അപ്പോൾ ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ക്യാപിറ്റൽ സം പെയ്ഡ് ബൈ ദ അഡ്ജോയിന്റ് ഓണർ ടു പ്രൊവൈഡ് ആൻഡ് അസസ് വിത്ത് ദ ലാൻഡ്. അപ്പോൾ അതിന്റെ പെർസെൻറ്റേജും കൂടെ ഒന്ന് ഓർത്തിരുന്നോണം. അല്ല, പെർസെൻറ്റേജ് അതിന്റെ അല്ല. അപ്പോൾ ഈസ്മെന്റ് റൈറ്റ്സ് എന്താണെന്ന് ഓർത്തിരുന്നോണം, ക്യാപിറ്റൽ സം പെയ്ഡ് ടു ദ അഡ്ജോയിനിങ് ഓണർ ടു പ്രൊവൈഡ് ആൻഡ് അസസ് ടു ദ ലാൻഡ്. സോ നമ്മുടെ തൊട്ടടുത്തുള്ള ലാൻഡിന്റെ ഓണറുടെ നിന്ന് നമ്മളൊരു പെർമിഷൻ വാങ്ങുവാണ്, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ഒരു വഴി തരാനോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനോ ഒക്കെ ഒരു പെർമിഷൻ ചോദിക്കുന്നതാണ്. അതാണ് ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ എമൗണ്ട് നമ്മൾ കൊടുക്കും, അതാണ് പേയ്മെന്റ് ഫോർ ഈസ്മെന്റ് റൈറ്റ്സ്. ഇനി നെക്സ്റ്റ് വൺ ആണ് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് നമ്മൾ എടുക്കുന്നത് 4 to 7.5% ഓഫ് ദ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. 4 to 7.5% of the deferred cost of development ആണ് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജ് എടുക്കുന്നത്. സ്റ്റാമ്പ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് ഉണ്ട്, അത് 10% ഓഫ് പ്രസന്റ് വാല്യൂ. സ്റ്റാമ്പ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് 10% ഓഫ് പ്രസന്റ് വാല്യൂ. ഇനി ഇതിന്റെ ഡെവലപ്പേഴ്സിന് ഒരു പ്രോഫിറ്റ് ഉണ്ടാകണമല്ലോ, ആ പ്രോഫിറ്റ് 15 to 20% ഓഫ് ദ പ്രസന്റ് വാല്യൂ ആണ് ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ്. 15 to 20% ഓഫ് ദ പ്രസന്റ് വാല്യൂ ആണ് ഡെവലപ്പറിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്. ഓക്കെ സർ. ഇനി ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനിലെ സെക്കൻഡ് മെത്തേഡ് ആണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീമിനകത്ത് ഇവിടെ എങ്ങനെയാ വാല്യൂ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്കൊരു പ്ലോട്ട് ഉണ്ട്. ഈ പ്ലോട്ടിന്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ പ്ലോട്ടിൽ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് ഈ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പ്ലോട്ടിന്റെ വാല്യൂ പറയുന്നത്. അതാണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീമിനകത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അത് ഒരു എക്സാക്ട് വാല്യൂ ആയിരിക്കത്തില്ല, അത് ജസ്റ്റ് ഒരു ആവറേജ് വാല്യൂ, നമുക്ക് ഒരു എക്സാക്ട് എമൗണ്ട് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു പ്ലോട്ട് ഉണ്ട്, ഈ ഒരു പ്ലോട്ട്, ആ പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ആ പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ചിട്ടാണ് ഇതിന്റെ വാല്യൂ പറയുന്നത്. അതാണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം എന്ന് പറയുന്നത്.
value of vacant plot of land is estimated by capitalizing the assumed rent. Capitalizing the assumed rent that can be obtained from a building if erected on the land after developing the same. അപ്പോൾ ഇത് നമുക്ക് ഒരു ആക്യുറേറ്റ് മെത്തേഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അതിനകത്ത് നിന്ന് കിട്ടുന്ന റെന്റ് വെച്ച് ആ ലാൻഡിന്റെ വാല്യൂ പറയാന്ന് വെച്ചാൽ അത് നമുക്ക് എക്സാക്റ്റ് ആയിരിക്കില്ല. അത് ജസ്റ്റ് നമുക്ക് വേറെ ഒരു മെത്തേഡ് ഓഫ് വാല്യുവേഷനും അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. ഇനി ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീമിന്റെ പ്രൊസീജിയർ എന്താണ്? എങ്ങനെയാണ് നമ്മളൊരു വാല്യൂ, ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീംസ് വെച്ച് പറയുന്നത്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കവേർഡ് ഏരിയ. കവേർഡ് ഏരിയ നേരത്തെ പറഞ്ഞു, നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിനുള്ളിൽ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ, അപ്പോൾ അതാണ് കവേർഡ് ഏരിയ. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കൺസ്ട്രക്ഷൻ ബേസിക് സിവിലൊക്കെ പഠിക്കും, പെർമിസിബിൾ കവേർഡ് ഏരിയ, ഓപ്പൺ സ്പേസ് റിക്വയർമെന്റ്സ് എന്നൊക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, നമുക്ക് വേണ്ട കവേർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ total area minus 1/3 of land as required. Total area minus 1/3 of land. നമുക്ക് എന്താണ് ആ പ്രോപ്പർട്ടിയുടെ 1/3 എപ്പോഴും എന്തായിരിക്കണം? ഓപ്പൺ സ്പേസ് ആയിരിക്കണം. അപ്പോൾ കവേർഡ് ഏരിയ ഇപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് ബാക്കി സ്പേസ് ആണ്. 1/3 ഓപ്പൺ സ്പേസ് ആയിട്ട് കൊടുക്കുക, ബാക്കി സ്പേസിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ഫൈൻഡ് ഔട്ട് ദ റെന്റബിൾ ഏരിയ. റെന്റബിൾ ഏരിയ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്സിൽ ഈ നമ്മൾ പറയുന്ന ഫുൾ ഏരിയ, ബിൽഡിങ്ങിന്റെ ഫുൾ ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഫുൾ ഏരിയയിൽ നിന്ന് നമുക്ക് റെന്റ് കിട്ടില്ല. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമ്മൾ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യണം, റാംപ്സ് പ്രൊവൈഡ് ചെയ്യണം, സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യണം, വാഷ്റൂംസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത്രയും സ്പേസ് എന്ത് ചെയ്യാണ്? നമ്മുടെ കവേർഡ് ഏരിയയിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് റെന്റബിൾ ഏരിയ. അപ്പോൾ റെന്റബിൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കവേർഡ് ഏരിയ മൈനസ് 20% ഫോർ ഏരിയ ഓഫ് വാൾസ്, വേസ്റ്റ് ആൻഡ് വേസ്റ്റ് എക്സെട്ര. അപ്പോൾ 20% റെഡ്യൂസ് ചെയ്യുക, നമ്മുടെ കവേർഡ് ഏരിയന്ന് 20% റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ 20%-നകത്ത് നമ്മുടെ ടോയ്ലറ്റിന്റെ സ്പേസ് പോകും, അതേ കണക്ക് സ്റ്റെയർ കേസ്, ലിഫ്റ്റ്, അതിൻ്റെയൊക്കെ സ്പേസ് അതിനകത്തുനിന്ന് reduce ആവും. ഇനി തേർഡ് സ്റ്റെപ്പ് ആണ് കാൽക്കുലേറ്റ് ദ നെറ്റ് റെന്റ് പെർ മന്ത്. കാൽക്കുലേറ്റ് ദ നെറ്റ് റെന്റ് പെർ മന്ത് ഇസ് ഈക്വൽ ടു ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ്. നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ്. ഇനി ഔട്ട് ഗോയിങ്സ് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ എന്തെടുക്കണം? 30% ഓഫ് ഗ്രോസ് റെന്റ് ഔട്ട് ഗോയിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീമിൽ നമുക്ക് ഔട്ട് ഗോയിങ്സ് തന്നിട്ടില്ല എങ്കിൽ 30% അസ്യൂം ചെയ്യാം. സോ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ഇയർ പർച്ചേസ്. ഇയർ പർച്ചേസിന്റെ പെർസെൻറ്റേജ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇയർ പർച്ചേസ് സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ capitalize the net rent. Net rent calculate here. Net rent calculate here by multiplying the year purchase deferred for the development and construction period. So next capitalize the net rent. Next step il parayunnathu, one second. So next, consider the current plinth area rate and find out the cost of building from the covered area. അപ്പോൾ പ്ലിന്ത് ഏരിയ റേറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് പ്ലിന്ത് ഏരിയ വെച്ച് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൺസിഡർ ദ കറണ്ട് പ്ലിന്ത് ഏരിയ റേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഫ്രം ദ ടോട്ടൽ കവേർഡ് ഏരിയ. അപ്പോൾ നമുക്ക് ഫോർ സ്റ്റോറീഡ് ബിൽഡിങ്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ പ്ലിന്ത് ഏരിയ വെച്ച് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിനെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കണക്ക് തന്നെ ഓരോ ഫ്ലോറിന്റെ ഏരിയ വെച്ചിട്ട് നമുക്ക് ഓരോന്നിന്റെയും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം.
പിന്നെ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ബിൽഡിങ്ങിന്റെ കാൽക്കുലേറ്റ് ചെയ്തു, വർക്ക് ഔട്ട് ദ കോസ്റ്റ്, ഡെവലപ്മെന്റ് കോസ്റ്റ് ഓഫ് ലാൻഡ്. ഇപ്പൊ ലാൻഡ് ഡെവലപ്പ് എന്തായാലും ലാൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, അപ്പൊ ലാൻഡിന്റെ ഡെവലപ്മെന്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. So next, find out the cost of building and development cost, and total cost of building and development cost. Deduct the total cost of building and development from the deferred rental value of the building to find out the land, to find the cost of land. So ഞാൻ ഈ പ്രൊസീജിയർ പറഞ്ഞെങ്കിലും ഈ പ്രൊസീജിയേഴ്സിനകത്ത് നമ്മൾ ഈ പറയുന്ന പെർസെൻറ്റേജ് വാല്യൂസ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ആ ഫുൾ പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട. ഈ പറയുന്ന പെർസെൻറ്റേജ് വാല്യൂസ് ഒക്കെയാണ് നമുക്ക് PSC എക്സാംസിന് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നെറ്റ് ഏരിയ ഓഫ് ദ ലാൻഡ് അല്ലെങ്കിൽ പെർമിസിബിൾ കവേർഡ് ഏരിയ ഓഫ് ദ ലാൻഡ്. പെർമിസിബിൾ കവേർഡ് ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ്? ടോട്ടൽ ഏരിയ മൈനസ് 1/3 ഓഫ് ദ ലാൻഡ്. 1/3 ഓഫ് ദ ലാൻഡ് എന്തായിരിക്കണം? ഓപ്പൺ സ്പേസ് ആയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഇനി ഫൈൻഡ് ഔട്ട് ദ റെന്റബിൾ ഏരിയ ഓഫ് എ ബിൽഡിംഗ്. റെന്റബിൾ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ കവേർഡ് ഏരിയ മൈനസ് 20%. അപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് 80%ഉം റെന്റബിൾ ഏരിയ ആയിരിക്കണം. പിന്നെ എന്താണ്? നെറ്റ് റെന്റ് പെർ മന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ്. ഇഫ് ഔട്ട് ഗോയിങ്സ് ആർ നോട്ട് ഗീവൺ, ഔട്ട് ഗോയിങ്സിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല എങ്കിൽ എന്ത് ചെയ്യുക? 30% ഓഫ് ഗ്രോസ് റെന്റ് എടുക്കുക. ബാക്കി പ്രൊസീജിയേഴ്സ് ഉള്ള വാല്യൂസ് ഒന്നും നമുക്ക് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ളതല്ല, അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പെർസെൻറ്റേജ് വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ദിസ് ഇസ് നോട്ട് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ലാൻഡ് ബിക്കോസ് കോസ്റ്റ് ഓഫ് ലാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ്. പക്ഷെ നമ്മൾ ഇവിടെ എങ്ങനെ എടുക്കുന്നത്? ഇവിടെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ലാൻഡിന്റെ ആ ഒരു പ്ലോട്ടിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് മെത്തേഡാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓർ ഇനിഷ്യൽ കോസ്റ്റ് ബേസ്ഡ് വാല്യുവേഷൻ. അപ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് ബേസ്ഡ് വാല്യുവേഷൻ, അപ്പോൾ ആ പേര് തന്നെ ഉണ്ട് എന്താണ് നമ്മൾ ഇവിടെ വാല്യൂ ചെയ്യുന്നത്, എന്താണ് വാല്യൂ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ലാൻഡ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്ലോട്ട് ഉണ്ട്. ഇപ്പോൾ ഇതെൻ്റെ പ്ലോട്ടാണ്, ഇതിനകത്ത് എൻ്റെ വീടുണ്ട്. അപ്പോൾ ഇതിന്റെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ലാൻഡ്. ആദ്യം ഈ ലാൻഡിന്റെ മാർക്കറ്റ് വാല്യൂ എടുക്കും. അതേ കണക്ക് തന്നെ ഈ ബിൽഡിംഗ് ഇപ്പൊ ഈ ബിൽഡിംഗ് ഞാൻ വെച്ചായിരിക്കുമല്ലോ, ഇപ്പൊ 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ ബിൽഡിംഗ് വെച്ചാണ്. അപ്പോൾ പ്രസന്റ്ലി അതിന്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ലാൻഡിന്റെ വാല്യൂം ഡിപ്രീസിയേറ്റഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ, ഈ ഒരു പ്ലോട്ട് പ്ലസ് ലാൻഡിന്റെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓർ ഇനിഷ്യൽ കോസ്റ്റ് ബേസ്ഡ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് ഓഫ് വാല്യുവേഷൻ ഓർ ഇനിഷ്യൽ കോസ്റ്റ് ബേസ്ഡ് വാല്യുവേഷൻ. ഇനി നമുക്കൊരു 3 മെത്തേഡ്സും കൂടി പഠിക്കാനുണ്ട്. മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ലാൻഡ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് ആണ് കമ്പാരിറ്റീവ് മെത്തേഡ്, സെക്കൻഡ് വൺ ബെൽറ്റിംഗ് മെത്തേഡ് ആൻഡ് തേർഡ് വൺ അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ ഈ 3 മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ലാൻഡിലും ഇപ്പോൾ ലാൻഡിന്റെ ഈ 3 മെത്തേഡും നമ്മൾ ലാൻഡിന്റെ വാല്യൂ മാത്രമേ ഇവിടെ പറയത്തുള്ളൂ, ബിൽഡിങ്ങിന്റെ വാല്യൂ ഒന്നും പറയത്തില്ല. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് മെത്തേഡ്, ആ പേര് തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ പ്ലോട്ട്, എനിക്ക് ഈ പ്ലോട്ടിന്റെ വാല്യൂ അറിയണം. അപ്പോൾ ഇതിന്റെ നിയർ ബൈ ഏരിയയിൽ ഒരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിന്റെ വാല്യൂ നമുക്കറിയാം. ഈ പ്ലോട്ട് ഒന്നെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വിറ്റതായിരിക്കാം അല്ലെങ്കിൽ വാങ്ങിയതായിരിക്കാം. അപ്പോൾ ആ പ്ലോട്ടിന്റെ വാല്യൂ ഒരു സെന്റിന് ഇപ്പോൾ 2 ലക്ഷം രൂപയെന്ന് അറിയാം. അപ്പൊ അത് വെച്ച് അതിന്റെ തൊട്ടടുത്തുള്ള പ്ലോട്ട്, ഈ പ്ലോട്ടിന് എന്തായിരിക്കും, സെന്റിന് 2 ലക്ഷം രൂപ വെച്ചായിരിക്കും നമുക്ക് അതിന്റെ വാല്യൂ. അതാണ് കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്, കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഈ സെക്കൻഡ് വൺ ആണ് ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വലിയൊരു ഏരിയ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നമുക്കൊരു 2 ഏക്കർ വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക.
ഇത് നമുക്കൊരു കറക്റ്റ് സ്ക്വയറോ റെക്റ്റാങ്കിളോ ഒന്നുമല്ല, ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഇതാണ് ഈ പ്ലോട്ട്. ഈ ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്ലോട്ട് ഇതിപ്പോൾ 2 acres ഓഫ് ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ ഒരുപാട് ബെൽറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം, കുറേ ബെൽറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ബെൽറ്റ് എന്ന് വെച്ചാൽ കുറേ ഇൻഡിവിജ്വൽ പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇതാണ്ട് ഇതിന്റെ ഈ പോർഷൻ കൂടി ഒരു റോഡ് പോകുന്നുണ്ട്, റോഡ് അല്ലെങ്കിൽ ഒരു നാഷണൽ ഹൈവേ പോകുവാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഈ പ്ലോട്ടിൽ എല്ലാത്തിനും ഒരേ വാല്യൂ തന്നെ കിട്ടും. നമ്മൾ വിൽക്കുവാണെങ്കിൽ ഈ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ളത് ഇതിനൊക്കെ നമ്മുടെ ഈ സ്ക്വയറോ റെക്റ്റാങ്കിളോ കണക്കുള്ള പ്ലോട്ടിനൊക്കെ നല്ല വാല്യൂ, ഈ പ്ലോട്ടിനൊക്കെ നല്ല വാല്യൂ കിട്ടും. പക്ഷെ നമുക്ക് ഈ ഇറഗുലർ ഷേപ്സിലുള്ള ഈ ഒരു പ്ലോട്ടിനൊന്നും നമുക്ക് ദാണ്ടേ ഈ സ്ക്വയർ പ്ലോട്ടിന് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ പ്ലോട്ടിന് കിട്ടിയ വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ആണ് ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. നമുക്കൊരു വലിയൊരു ഏരിയ ഓഫ് ലാൻഡ് ഉണ്ട്, ആ വലിയ ഏരിയ ഓഫ് ലാൻഡിനെ നമ്മൾ ചെറിയ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫറെന്റ് ബെൽറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിഫറെന്റ് ബെൽറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ചില പ്ലോട്ടിനൊക്കെ നല്ല റേറ്റ് കിട്ടും, ചില പ്ലോട്ടിന് കിട്ടുന്ന റേറ്റ് കുറവായിരിക്കും. ഇപ്പൊ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലോട്ടിന്റെ ഒക്കെ വാല്യൂ നല്ല കൂടുതലായിരിക്കും. അതിന് പുറകിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന വാല്യൂ കുറയും. അത് കണക്കിന് ഇറഗുലർ ഷേപ്പിൽ വരുന്ന പ്ലോട്ടിന് പിന്നെയും വാല്യൂ ഡിക്രീസ് ചെയ്യും. അതാണ് ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഇനി നമ്മുടെ ലാസ്റ്റ് മെത്തേഡാണ് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. സോ അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്ത് നമുക്ക് ഇപ്പോൾ പ്രസന്റ് മാർക്കറ്റ് വാല്യൂ ഒന്നും അറിയത്തില്ല. So no information available regarding the land transaction in nearby area, or in other words, the value of land where sales are not occurring frequently. So നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമുക്ക് തൊട്ടടുത്തൊരു പ്ലോട്ടിന്റെ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലോട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്ലോട്ടിന്റെ വാല്യൂ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തു. പക്ഷെ അങ്ങനെയുള്ള വാല്യൂസ് ഒന്നും അറിയാത്ത ഒരു പ്ലോട്ടിലാണ് നമ്മൾ അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് എൻ്റെ പ്ലോട്ട്. ഈ പ്ലോട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ നിയർ ബൈയിൽ ഒരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് നിൽപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കുക, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് എന്ത് കിട്ടും, ഒരു റവന്യൂ കിട്ടും, അല്ലെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് റെന്റ് കിട്ടും. ആ റെന്റിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു വാല്യൂ പറയാൻ പറ്റും, ഈ പ്ലോട്ടിനൊരു വാല്യൂ പറയാൻ പറ്റും. ആ വാല്യൂ വെച്ചിട്ടാണ് എൻ്റെ പ്ലോട്ടിന്റെ വാല്യൂ അസസ് ചെയ്യുന്നത്. അതാണ് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത പ്ലോട്ടിന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല, പക്ഷെ തൊട്ടടുത്ത പ്ലോട്ടിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെന്റ് കിട്ടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ആ റെന്റ് കിട്ടുന്ന ബിൽഡിങ്ങിന്റെ ആ റെന്റിന്റെ ബേസിൽ എനിക്ക് എൻ്റെ പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതാണ് അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സിലബസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റെന്റ്. അപ്പോൾ റെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്. അപ്പോൾ നമുക്കൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ലീസിന് കൊടുക്കുവാണ്, അല്ലെങ്കിൽ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് നമുക്ക് വേറൊരാൾക്ക് ഒരു പർപ്പസിന് വേണ്ടി കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് റെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് റെന്റ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, ചിലപ്പോൾ നമുക്ക് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡിഫറെന്റ് ഫോംസ് ഓഫ് റെന്റ്. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് റെന്റ്.
It is the legal permissible rent that can be charged to a tenant. Legal permissible rent. Legal rent that can be charged to a tenant. The second one, ground rent. ഗ്രൗണ്ട് റെന്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ലാൻഡ് നമ്മൾ ഒരാൾക്ക് റെന്റിന് കൊടുക്കുവാണ്, അതാണ് ഗ്രൗണ്ട് റെന്റ്. യൂസ് ഓഫ് എ പ്ലോട്ട് ഓഫ് വേക്കന്റ് ലാൻഡ് ബിലോങ്ങിങ് ടു അതർ. നമ്മളൊരു വേക്കന്റ് ലാൻഡ് ആണ് റെന്റിനായിട്ട് കൊടുക്കുന്നത്, വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അതാണ് ഗ്രൗണ്ട് റെന്റ്. നെക്സ്റ്റ് വൺ, ഫെയർ റെന്റ്. The rent payable by the tenant under existing rules of the Rent Control Act. The rent payable by the tenant under existing rule of the Rent Control Act is known as fair rent. Next one, nominal rent. Nominal rent എന്ന് വെച്ചാൽ it is a token rent of very small amount per annum mentioned in the lease document in order to establish the relation between landlord and a tenant or a lessee. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 ഏക്കർ ലാൻഡ് ഉണ്ട്. ആ 10 ഏക്കർ ലാൻഡിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്നെ ഒരാൾ അപ്രോച്ച് ചെയ്ത് ചോദിക്കുകയാണ്, ആ 10 ഏക്കർ ലാൻഡ് ഒരു 2 വർഷത്തേക്ക് ലീസിന് തരുമോ, പുള്ളി അവിടെ എന്തെങ്കിലും ചെയ്യാൻ പോവാണെന്ന്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത ലാൻഡ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കാത്ത ലാൻഡ് ഞാൻ വേറൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാണ് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു റെന്റ് എന്ന് വായിക്കും, ഒരു ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കും അദ്ദേഹത്തിന്റെ റെന്റ് പോലെ കളക്ട് ചെയ്യുന്നത്, അതാണ് നോമിനൽ റെന്റ്. A very small amount per annum mentioned in lease document in order to establish relationship between landlord and a tenant or a lessee. Next one, rack rent. Rack rent. When the rent reserved under an occupation lease represent full rental value land and building or full annual value of a property is known as rack rent. The rent reserved under an occupation lease represent full rental value land and building or full annual value of a property is known as rack rent. Next one, head rent. Head rent. അപ്പോൾ head rent എന്ന് പറഞ്ഞാൽ when the rent reserved under lease is less than the prevailing rent for the similar property is known as head rent. ഇപ്പോൾ എൻ്റെ പ്രോപ്പർട്ടിക്ക് ഞാൻ മേടിക്കുന്ന റെന്റ് 5,000 rupees ആണ്, പക്ഷേ ശരിക്കും തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിക്ക് 8,000 rupees ആണ് റെന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ റെന്റ് എന്താണ്? ഹെഡ് റെന്റ് ആണ്. ലെസ് ദാൻ ദ പ്രിവെയിലിംഗ് റെന്റ് ഫോർ സിമിലർ പ്രോപ്പർട്ടി is known as head rent. The contractual rent. The rent agreed by bargaining by a landlord and a tenant is known as contractual rent. Rent agreed by bargaining by a landlord and a tenant. Rent agreed by bargaining by a landlord and a tenant is known as contractual rent. The next one, improved rent. Improved rent. When the original leaseholder sublets the property under lease at a higher rent than the original rent of the lease is known as improved rent. അപ്പൊ എന്താണ്? എൻ്റെ കയ്യില് ഇത് എൻ്റെ പ്രോപ്പർട്ടി ആണ്. എൻ്റെ പ്രോപ്പർട്ടി ഞാൻ എ എന്ന് പറഞ്ഞ ഒരാൾക്ക് റെന്റിന് കൊടുത്തു. അപ്പോൾ 5,000 rupees per month റെന്റിന് കൊടുത്തു. ഈ എ എന്ന് പറഞ്ഞ ആള് വീണ്ടും വേറൊരാൾക്ക് ബി എന്ന് പറഞ്ഞ ആൾക്ക് റെന്റിന് കൊടുത്തു at 8,000 rupees per month. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് ഇംപ്രൂവ്ഡ് റെന്റ് എന്ന് വെച്ചാൽ when the original leaseholder sublets the property under lease at a higher rent than the original rent rate is known as improved rent. Next one, profit rent. Profit rent എന്ന് വെച്ചാൽ the difference between improved rent and head rent is known as profit rent. The difference between improved rent and head rent is known as profit rent. Next one, ritual or sitting rent. It is the term applied to the true annual cost of premises or to a lessee. It is a rent paid plus annual equivalent of any capital sum he may have to expend on the premises from time to time. So then the property ആണ്. ഈ പ്രോപ്പർട്ടി ഞാൻ ഒരാൾക്ക് റെന്റിന് കൊടുത്തു 8,000 rupees per month. ഇനി ഈ 8,000 rupees മാത്രമല്ല, ഈ പ്രോപ്പർട്ടിയിൽ
എന്തെങ്കിലും വർക്ക്സും ഇദ്ദേഹം അഡീഷണൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ എമൗണ്ടും കൂടി ചേർന്നതുള്ളതാണ് റിച്വൽ ഓർ സിറ്റിംഗ് റെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ഈ പ്രോപ്പർട്ടി ഒരു എന്തെങ്കിലും കൾട്ടിവേഷൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ 8,000 rupees അദ്ദേഹം എനിക്ക് റെന്റിന് തരണം. അത് കണക്ക് ഇവിടെ കൾട്ടിവേഷൻ ചെയ്യാനുള്ള എമൗണ്ട് പുള്ളി തന്നെ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള റെന്റ് ആണ് വിർച്വൽ ഓർ സിറ്റിംഗ് റെന്റ് എന്ന് പറയുന്നത്. ഈ ലീസ് റെന്റ്, നമ്മളൊരു പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുവാണെങ്കിൽ ഒരു സർട്ടൺ പീരീഡ് ഓഫ് മന്ത് അല്ലെങ്കിൽ ഇയേഴ്സിന് വേണ്ടി ലീസിന് കൊടുക്കുവാണെങ്കിൽ അതാണ് ലീസ് റെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റെന്റ് എങ്ങനെയാ ഫിക്സ് ചെയ്യുന്നത്? ദ റെന്റ് ഫിക്സ് ചെയ്യുന്നത് ഗ്രോസ് റെന്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ് ആണ് ഇക്വേഷൻ. So the rent of a building is fixed on the basis of certain percentage of annual interest on the capital cost and all possible annual expenditure on outgoings. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ ക്യാപിറ്റൽ കോസ്റ്റിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ റെന്റ് ആയിട്ട് എടുക്കുന്നത്. ഇന്നലെ അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു റെന്റ് ആയിട്ട് എടുക്കുന്നത്? പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ എത്ര പെർസെൻറ്റേജ് റെന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്? വാല്യുവേഷനകത്ത് എത്രയായിരുന്നു? 6 to 10% ആണ് റെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇനി ഗ്രോസ് റെന്റ് നമ്മൾ പറയുന്നത് നെറ്റ് റെന്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ്, ടോട്ടൽ റെന്റ് എന്ന് പറയുന്നത്. നെറ്റ് റെന്റ് എന്ന് വെച്ചാൽ നമുക്ക് സേവിങ് ചെയ്യുന്ന എമൗണ്ട് പ്ലസ് ഔട്ട് ഗോയിങ്സ്. ഇനി നിങ്ങൾ ഈ ഒരു ടാബുലർ കോളം ഓർത്തിരുന്നോണം, ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ വരുന്നത്? ഡിപ്രീസിയേഷന്റെ ഒരു പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ലൈഫ് 0 to 5 years ആണെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യില്ല. 5 to 10 years ആണെങ്കിൽ ടോട്ടൽ 2.5% ഡിപ്രീസിയേഷൻ, അതായത് 0.5% പെർ ഇയേഴ്സ്. ഈ 10 to 20 years ആണ് ഡിപ്രീസിയേഷൻ റേറ്റ് എങ്കിൽ 7.5% ആണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ, 0.75% പെർ ഇയർ. 20 to 40 years ആകുമ്പോൾ 20% ആണ് ഡിപ്രീസിയേഷൻ, 1% പെർ ഇയർ. ടോട്ടൽ കോസ്റ്റിനുള്ള ഡിപ്രീസിയേഷൻ. ഇനി 40 to 80 years ആണ് ലൈഫ് എങ്കിൽ 1.5% പെർ ഇയർ. അപ്പോൾ ടോട്ടൽ 60% ആണ് ഡിപ്രീസിയേഷൻ. ടോട്ടൽ കോസ്റ്റ് ചെയ്യുന്ന 60% ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ ഉള്ളത്, എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷനിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഇന്ന് അങ്ങനെ അധികം ഇതുവരെ PSC എക്സാംസിനൊന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ MCQs ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. നമുക്ക് കൂടുതലും MCQs വരുന്നത് കൂടുതലും എസ്റ്റിമേഷനിൽ നിന്നാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. ഇപ്പം പുതിയ ട്രെൻഡൊക്കെ അനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രമല്ല പുതിയ കുറെ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തത്. ഈ പോർഷനിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നും പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. നമുക്ക് ഇനി അതിനകത്ത് ചോദിക്കാം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ളൂ, വളരെ റെയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷൻസിൽ നിന്ന്. അപ്പോൾ നമുക്ക് വരുന്ന എക്സാംസിനൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ചിലപ്പോൾ മാർക്കിന് വെയിറ്റേജ് ഒക്കെ കയറി വന്നേക്കാം. ഇപ്പോൾ കഴിഞ്ഞ എയുടെ എക്സാംസിനൊക്കെ ആണെങ്കിൽ സ്ട്രക്ചറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കയറി വന്നായിരുന്നു. അപ്പോൾ അത് കണക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് കയറിയൊക്കെ വരാം. അതുകൊണ്ട് അതും പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇനി എന്തെങ്കിലും നോട്ട്സോ എന്തെങ്കിലും ടോപ്പിക്സോ ഡിസ്കസ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്നെ നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യാം. ഏതെങ്കിലും ടോപ്പിക്സ് എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതൊക്കെ ചെയ്തു തരാം. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു സർ.
Hello, Sonu. Hello. Sadiq. Hello. Hello. Hello, Sonu. Hello.